എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം. ചൈനയിൽ നിന്ന് 2024 അവസാനത്തോടു കൂടി HMPV എന്ന പുതിയ ഒരു വകഭേദം വെട്ടിപ്പുറപ്പെട്ടത് ന്യൂസുകളിൽ എല്ലാവരും കണ്ടതാണ്. ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്നറിയപ്പെടുന്ന ഈ പരന്നഭോജി കോവിഡിനെ പോലെ ശ്വാസകോശത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ചൈനയിലെ ആശുപത്രികളും കല്ലറത്തോട്ടങ്ങളും HMPV കൊണ്ട് നിറഞ്ഞതായി ന്യൂസുകളിൽ പറയുമ്പോൾ അടുത്ത് എന്ത് സംഭവിക്കും? സാധാരണ റെസ്പിറേറ്ററി സിംറ്റംസ് ആണ് ഇതിന് കണ്ടുവരുന്നത്. ചുമ, പനി, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, ക്ഷീണം, ത്രോട്ട് പെയിൻ, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളോടെ കണ്ടുവരുന്ന ഈ ഇൻഫെക്ഷൻ കാരണം ചൈന വളരെയേറെ കഷ്ടപ്പെടുന്നതായാണ് ന്യൂസുകളിൽ കാണിക്കുന്നത്. പക്ഷേ ചൈനയിലെ മലയാളികൾ വീഡിയോ വഴി അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. എന്താണ് സത്യം? പിന്നെ എന്തു കാര്യവും തള്ളി വലുതാക്കാൻ ന്യൂസ് ചാനലുകൾക്ക് പറ്റുന്നതുകൊണ്ട് ഇപ്പോൾ കണ്ടുവരുന്ന പെരുപ്പം സത്യമാണോ അല്ലേ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം, അനുഭവിച്ചറിയാം. ഇനി അടുത്തൊരു ലോക്ക്ഡൗണിലേക്ക് ലോകം പോകുമോ? പോയാൽ ലോകത്തിന്റെ അവസ്ഥ എന്താകും? ചൈന എന്ന രാജ്യം ഭൂമിയിൽ നിന്ന് ഒറ്റപ്പെടുമോ? കാത്തിരുന്ന് തന്നെ കാണാം 2025 വരാൻ പോകുന്ന പൂരം. ഈ രോഗാണിൽ നിന്ന് രക്ഷ നേടാൻ മാസ്ക് ഉപയോഗിക്കുക, ഹൈജീൻ നിർബന്ധമാണ്. അടുത്തുള്ള ഇടപഴക്കത്തിന് മുമ്പോ ആഹാരം കഴിക്കുന്നതിന് മുമ്പോ കൈയും മുഖവും നന്നായി കഴുകുക. ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ടവൽ ഉപയോഗിക്കുക. പുറത്തിറങ്ങുമ്പോൾ ആളുകളുമായി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പുറത്തിറങ്ങുമ്പോൾ വസ്തുക്കളിൽ തൊടുന്നത് അവോയ്ഡ് ചെയ്യുക. ആൽക്കഹോൾ, സ്മോക്കിംഗ് ഒഴിവാക്കുക. ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ആഹാരങ്ങൾ കഴിക്കുക. എക്സസൈസ് ചെയ്യുക. ഷുഗർ, ഫാസ്റ്റ് ഫുഡ് എല്ലാം ലിമിറ്റ് ചെയ്യുക. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ പ്രൈവറ്റ് വാഹനങ്ങളിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കുക. പ്രത്യേകിച്ച് മറ്റ് രോഗങ്ങൾ ഉള്ളവരോ ഇമ്മ്യൂണിറ്റി കുറവുള്ളവരോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം ആ രോഗം പ്രിവെൻറ്റ് ചെയ്യാനുള്ള കരുതൽ മാത്രമാണ്. ആർക്കും ഇത് വരാതിരിക്കട്ടെ. കോവിഡിന്റെ ആഴം എല്ലാവരും കണ്ടതാണ്. പലരും അനുഭവിച്ചറിഞ്ഞു, പലരും നമ്മെ വിട്ടും പിരിഞ്ഞുപോയി. അതുകൊണ്ട് HMPV പടർന്നാൽ ചിലപ്പോൾ കോവിഡിനേക്കാൾ അതിഭീകരത ആയിരിക്കും മനുഷ്യകുലം അനുഭവിക്കാൻ പോകുന്നത്. അതിനാൽ കരുതലെടുക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.